ഒരു സാധുവായ മനുഷ്യനായിരിക്കുന്നത് മോശമായ കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ ആവശ്യത്തിലധികം നിഷ്കളങ്കനാണെങ്കിൽ ആ നിഷ്കളങ്കത തന്നെ ഒരു ദിവസം നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയത്തിന് കാരണമാകും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ഏറ്റവും തെളിഞ്ഞ മനസ്സുള്ളവരാണ്. ആളുകൾ നിങ്ങളെ ഉപയോഗിക്കും, ചതിക്കും, ഒടുവിൽ നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം മറ്റാരെങ്കിലും കൊണ്ടുപോകും. ഇനി ചോദ്യം ഇതാണ്: ജീവിതകാലം മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള വെറും ഒരു വസ്തുവായി തുടരാനാണോ നിങ്ങൾക്കിഷ്ടം? അതോ ബുദ്ധിശക്തി കൂട്ടി ചിന്തകളിൽ വ്യക്തത വരുത്തി ഒരു തന്ത്രശാലിയായ ബുദ്ധിമാനായ മനുഷ്യനായി മാറണോ? നിങ്ങൾക്ക് ഈ ലോകത്ത് ബഹുമാനവും വിജയവും പണവും നേടണമെന്നുണ്ടെങ്കിൽ ആ അമിതമായ നിഷ്കളങ്കത ഉപേക്ഷിച്ച് തന്ത്രശാലിയാകുക. കാരണം ഇന്നത്തെ കാലത്ത് തന്ത്രശാലിയാവുക എന്നത് ഒരു കഴിവ് മാത്രമല്ല, അതൊരാവശ്യമാണ്. കാരണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ചിന്തയെയും മനോഭാവത്തെയും ജീവിതത്തെയും അടിമുടി മാറ്റിമറിക്കാൻ ശേഷിയുള്ള 12 സുവർണ നിയമങ്ങളാണ്. രാജാക്കന്മാരെയും യോദ്ധാക്കളെയും നേതാക്കന്മാരെയും സാധാരണക്കാരിൽ നിന്ന് വേറിട്ട് നിർത്തുന്ന പഴയ ശക്തി ഈ നിയമങ്ങളിലുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുക. സ്വയം ഒരു സ്മാർട്ടും ശക്തവും ഉറച്ചതുമായ വ്യക്തിത്വമായി മാറാൻ തയ്യാറെടുക്കുക. റൂൾ നമ്പർ 1: നിങ്ങളുടെ ദൗർബല്യങ്ങൾ ആരെയും കാണിക്കരുത്, അല്ലെങ്കിൽ ആളുകൾ അത് മുതലെടുക്കും. ഈ ലോകത്ത് എല്ലാവരുടെയും മുഖത്ത് ചിരിയുണ്ടാകാം, പക്ഷേ എല്ലാ ചിരിക്ക് പിന്നിലെയും ഉദ്ദേശ്യം നല്ലതാകണമെന്നില്ല. നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടെ വേദനകളെക്കുറിച്ച് പറഞ്ഞാൽ ഭൂരിഭാഗം പേരും അത് കേൾക്കുമെന്നല്ലാതെ ആരും നിങ്ങളെ മനസ്സിലാക്കില്ല. ചിലർ നിങ്ങളുടെ വേദനയെ ആയുധമാക്കും. സമയം വരുമ്പോൾ അതേ ആയുധം ഉപയോഗിച്ച് നിങ്ങളെ വീഴ്ത്തും. ഓർക്കുക, നിങ്ങൾ ഉള്ളിൽ എത്ര സത്യസന്ധനാണെന്നത് ഈ ലോകത്തിന് വിഷയമല്ല. അവർക്ക് വേണ്ടത് പുറമേ ദുർബലനായ, സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന, മുതലെടുക്കാൻ പറ്റുന്ന ഒരാളെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ദൗർബല്യങ്ങളെ ഒളിക്കുകയല്ല വേണ്ടത്, അതിനെ നിയന്ത്രിക്കണം. അതിനെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റണം. ആർക്കും ഊതിക്കെടുത്താൻ കഴിയാത്ത തീയായി നിങ്ങൾ മാറണം. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയരുത്. എല്ലാ വേദനകളും എല്ലാവരുടെയും മുന്നിൽ തുറന്നുവെക്കരുത്. കാരണം ഏത് ബട്ടൺ അമർത്തിയാലാണ് നിങ്ങൾ തകരുക എന്ന് ആളുകൾക്ക് മനസ്സിലായാൽ വിശ്വസിക്കൂ, അവർ ആ ബട്ടൺ തന്നെ അമർത്തും. ശക്തനായിരിക്കുക എന്നത് ഒരു അഭിനയമല്ല, അതൊരവശ്യമായ കവചമാണ്. റൂൾ നമ്പർ 2: ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആരും നിങ്ങളെ ഗൗരവമായി കാണില്ല. ഈ ലോകത്ത് വാക്കുകൾ വെറും സംസാരമല്ല, അവ വാളുകളാണ്. ശരിയായ സമയത്ത് ശരിയായ വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിക്കും, പരിഹസിക്കും, ഒരിക്കലും നിങ്ങളെ ഗൗരവമായി എടുക്കില്ല. നോക്കൂ, ലോകത്തെ നിയന്ത്രിക്കുന്നവർ തലച്ചോറുകൊണ്ടാണ് കളിക്കുന്നത്. വലിയ നേതാക്കന്മാരും ബിസിനസ്സുകാരും വിജയികളും എപ്പോൾ എന്തു പറയണം, എങ്ങനെ പറയണം എന്ന് കൃത്യമായി അറിയുന്നവരാണ്. നിങ്ങൾ അനാവശ്യമായി മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങൾ കുറച്ചു മാത്രം സംസാരിക്കുകയും ചിന്തിച്ച് സംസാരിക്കുകയും പറയുന്ന ഓരോ വാക്കിനും ഭാരമുണ്ടാവുകയും ചെയ്താൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കും, ബഹുമാനിക്കും. ലോകം ജയിക്കണമെങ്കിൽ വാക്കുകളെ ആയുധമാക്കുക. ഓരോ കാര്യവും ചിന്തിച്ച് സംസാരിക്കുക. ശക്തമായ ഭാഷയിൽ സംസാരിക്കുക. എതിരാളിക്ക് മറുപടി പോലും പറയാൻ പറ്റാത്തത്ര കൃത്യതയോടെ സംസാരിക്കുക. വാക്കുകൾ തന്നെയാണ് ലോകത്തെ മുട്ടുകുത്തിക്കാനുള്ള മാന്ത്രിക വിദ്യ. റൂൾ നമ്പർ 3: സ്വയം ബഹുമാനിക്കുക, അല്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു പാഴ്വസ്തുവായി കരുതും. നിങ്ങൾ സ്വയം ബഹുമാനിക്കുന്നില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ എല്ലാവരും ചെളിപുരണ്ട ചെരുപ്പ് തുടച്ച് കടന്നുപോകുന്ന ഒരു നടപ്പാതയായി കാണും. നിങ്ങൾ എത്ര നല്ലവനാണ്, എത്ര കഷ്ടപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എത്ര വലുതാണ് എന്നൊന്നും ആളുകൾക്കൊരു വിഷയമല്ല. നിങ്ങൾ സ്വയം ദുർബലനായി കാണിച്ചാൽ, മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വില കുറച്ചാൽ ആളുകൾ നിങ്ങളെ മാലിന്യം പോലെ കരുതി ഒഴിവാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ സത്യമിതാണ്: നിങ്ങളുടെ ബഹുമാനം നിങ്ങളിൽ നിന്നു തന്നെയാണ് തുടങ്ങുന്നത്. നിങ്ങൾ സ്വയം വില കുറച്ച് കാണുമ്പോൾ ആളുകൾ നിങ്ങളെ കൂടുതൽ താഴേക്ക് വലിച്ചിടാൻ ശ്രമിക്കും. അതുകൊണ്ട് ലോകത്തെ കാര്യമാക്കേണ്ട ആദ്യം സ്വയം ബഹുമാനിക്കുക. സ്വന്തം വാക്കുകളിലും തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുക. നിങ്ങളെ അടിമയാക്കാൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ തല കുനിക്കരുത്. സ്വന്തം ആത്മാഭിമാനത്തെ ഏറ്റവും മുകളിൽ പ്രതിഷ്ഠിക്കുന്നവർ മാത്രമേ ഈ ലോകത്ത് അതിജീവിക്കൂ. റൂൾ നമ്പർ 4: നെഗറ്റീവ് ചോദ്യങ്ങളെ തന്ത്രപൂർവ്വം നേരിടുക. ദേഷ്യത്തിൽ വീണുപോകരുത്. ആരെങ്കിലും നിങ്ങളെ പരിഹസിച്ചാലോ ദേഷ്യം പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചാലോ നിങ്ങൾ എന്തു ചെയ്യും? ദേഷ്യത്തിൽ വിറയ്ക്കുമോ? നിയന്ത്രണം വിട്ട് തിരിച്ച് ഒച്ചയിടുമോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കളി അവിടെ തീർന്നു. കാരണം ദേഷ്യത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. എതിരാളി അവിടെ വെച്ച് തന്നെ നിങ്ങളെ തോൽപ്പിക്കും. യഥാർത്ഥ തന്ത്രം ദേഷ്യപ്പെട്ട് മറുപടി പറയുന്നതിലല്ല, മറിച്ച് കളി മാറ്റിമറിക്കുന്നതിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കളും വലിയ ബിസിനസ്സുകാരും വിജയികളും ഒരിക്കലും ഇത്തരം ചോദ്യങ്ങളിൽ ദേഷ്യപ്പെടില്ല. അവർ പുഞ്ചിരിച്ചുകൊണ്ട് നൽകുന്ന മറുപടിയിൽ എതിരാളിക്ക് വീണ്ടും സംസാരിക്കാനുള്ള ധൈര്യം പോലും ഉണ്ടാവില്ല. ഷാരൂഖ് ഖാന്റെ അഭിമുഖങ്ങൾ ശ്രദ്ധിക്കുക. എത്ര പ്രകോപനപരമായ ചോദ്യങ്ങൾ വന്നാലും അദ്ദേഹം എപ്പോഴും ബുദ്ധിപൂർവ്വം മറുപടി നൽകും. ദേഷ്യപ്പെട്ട് മറുപടി നൽകുന്നവർ തോൽക്കും, എന്നാൽ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നവർ ലോകം ഭരിക്കും. റൂൾ നമ്പർ 5: ആവശ്യങ്ങളില്ലാതെ ആരും നിങ്ങളുടെ കൂടെയുണ്ടാവില്ല. ഈ സത്യം എത്ര വേഗത്തിൽ മനസ്സിലാക്കുന്നുവോ അത്രയും നല്ലത്.
ആരെങ്കിലും ഒരു കാര്യവുമില്ലാതെ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് മറന്നേക്കൂ. ഈ ലോകത്ത് വെറുതെ ആരും ആർക്കും സ്വന്തമല്ല. എല്ലാവരും അവരവരുടെ ലാഭത്തിനു വേണ്ടിയാണ് നിങ്ങളുമായി കൂടുന്നത്. അവരുടെ കാര്യം കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ലാത്തതുപോലെ അവർ നിങ്ങളെ ഉപേക്ഷിക്കും. ആളുകൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുമെന്ന് കരുതരുത്. നിങ്ങളുടെ സുഹൃത്തോ ബന്ധുവോ കാരണമില്ലാതെ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതരുത്. ആവശ്യങ്ങളില്ലാതെ ഈ ലോകം ചലിക്കില്ല. നിങ്ങളുടെ കയ്യിൽ പണവും അധികാരവുമുള്ളപ്പോൾ ആളുകൾ ബഹുമാനിക്കും. എന്നാൽ ഏതു ദിവസം നിങ്ങൾ വെറും കൈയോടെ നിൽക്കുന്നുവോ അന്ന് ഇതേ ആളുകൾ നിങ്ങളെ തിരിച്ചറിയാൻ പോലും മടിക്കും. ബുദ്ധിശൂന്യരാകാതെ ഈ കളി നേരത്തെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരാളിൽ നിന്ന് എന്തെങ്കിലും കാര്യം നടക്കണമെങ്കിൽ അയാൾക്ക് അതുകൊണ്ടുള്ള ലാഭം കാണിച്ചു കൊടുക്കുക. ലാഭമില്ലാതെ ആരും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും ശരി. ഓർക്കുക, ലോകം ആവശ്യങ്ങളുടെ തോഴനാണ്. റൂൾ നമ്പർ 6: ക്ഷമയില്ലെങ്കിൽ നിങ്ങളുടെ നാശം ഉറപ്പാണ്. എടുത്തുചാട്ടം നിങ്ങളെ മുക്കിക്കളയും. നിങ്ങൾക്ക് ക്ഷമയില്ലെങ്കിൽ വീഴ്ച ഉറപ്പാണ് എന്ന് മനസ്സിലാക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരും വലിയ ബിസിനസ്സുകാരും പോരാളികളും അവരുടെ കളി കളിക്കാൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എടുത്തുചാട്ടം. എല്ലാം പെട്ടെന്ന് വേണം, പെട്ടെന്ന് ഫലം വേണം, പെട്ടെന്ന് വിജയം വേണം. ഈ എടുത്തുചാട്ടത്തിൽ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ജീവിതകാലം മുഴുവൻ പശ്ചാത്താപത്തിന് കാരണമാകും. ലോകം തന്ത്രശാലികളാൽ നിറഞ്ഞിരിക്കുകയാണ്. അവർ നിങ്ങളിൽ സമ്മർദ്ദം ചെലുത്തും. വേഗത്തിൽ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും. നിങ്ങൾ എടുത്തുചാടി തെറ്റായ ഒരു നീക്കം നടത്തിയാൽ നിങ്ങളുടെ നഷ്ടം ഉറപ്പാണ്. ക്ഷമയോടെ ഇരിക്കുക. ഓരോ കാര്യവും ശരിയായ സമയത്ത് ചെയ്യുക. ലോകത്തെ സ്വന്തം നിബന്ധനകളിൽ നയിക്കാൻ പഠിക്കുക എന്നതാണ് ബുദ്ധി. എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കുന്നവർ എപ്പോഴും പശ്ചാത്തപിക്കും. റൂൾ നമ്പർ 7: അനാവശ്യമായി സംസാരിക്കരുത്. ആദ്യം ചിന്തിക്കുക, പിന്നെ സംസാരിക്കുക. ചിന്തിക്കാതെ സംസാരിക്കുന്ന ശീലം നിങ്ങൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഈ ലോകം നിങ്ങളെ വിഴുങ്ങിക്കളയും. നിങ്ങൾ അത് അറിയുക പോലുമില്ല. മിടുക്ക് എന്നത് വെറുതെ സംസാരിക്കുന്നതിലല്ല, ശരിയായ സമയത്ത് ശരിയായ കാര്യം പറയുന്നതിലാണ്. ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ ആദ്യം അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ മനസ്സ് വായിക്കുക. അവരുടെ ചിന്താഗതി മനസ്സിലാക്കി മാത്രം സംസാരിക്കുക. വലിയ നേതാക്കന്മാരും ബിസിനസ്സുകാരും സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും ഭാരമുണ്ടായിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാരണം അവർ വെറുതെ സംസാരിക്കുകയല്ല, ചിന്തിച്ചു ഉറപ്പിച്ച് ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അർത്ഥമില്ലാത്ത സംസാരം കൊണ്ട് നിങ്ങൾ സ്വന്തം വില കളയുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളുടെ നാവ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. പക്ഷെ നിങ്ങൾ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവുമാകും. സംസാരിക്കുന്നതിന് മുൻപ് ചിന്തിക്കുക. എങ്കിൽ മാത്രമേ ഈ കളിയിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയൂ. റൂൾ നമ്പർ 8: ഐ കോണ്ടാക്ട്. കണ്ണുകളിൽ നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ദുർബലനായി കണക്കാക്കപ്പെടും. സംസാരിക്കുമ്പോൾ ഒരാളുടെ കണ്ണിൽ നോക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അയാൾ നിങ്ങളെ ദുർബലനായി കണക്കാക്കും. സ്വന്തം കാര്യങ്ങളിൽ ഗൗരവമുള്ളവരെ മാത്രമേ ലോകം ഗൗരവമായി എടുക്കൂ. മറ്റൊരാൾ നിങ്ങൾക്ക് എത്ര ബഹുമാനം നൽകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളിലെ നോട്ടമാണ്. നിങ്ങൾ ഒരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ അവർക്ക് ധൈര്യം വരില്ല. എന്നാൽ നിങ്ങൾ നോട്ടം താഴ്ത്തുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് സ്വന്തം വാക്കുകളിൽ തന്നെ വിശ്വാസമില്ലെന്ന് അവർ മനസ്സിലാക്കും. പിന്നെ അവർ നിങ്ങളെ അടിച്ചമർത്തും, നിങ്ങളെ നിയന്ത്രിക്കും. നിങ്ങൾ ബിസിനസ്സുകാരനോ ബോക്സറോ ആകട്ടെ, എല്ലാവരും കണ്ണിലെ നോട്ടം കൊണ്ടാണ് സ്വന്തം ശക്തി കാണിക്കുന്നത്. അതുകൊണ്ട് അടുത്ത തവണ സംസാരിക്കുമ്പോൾ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. നിങ്ങൾ നിസാരക്കാരനല്ലെന്ന് തെളിയിക്കുക. റൂൾ നമ്പർ 9: നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്നോ സത്യസന്ധനാണെന്നോ കരുതി ലോകം നിങ്ങളെ വെറുതെ വിടില്ല. കാട്ടിൽ നേരെ നിൽക്കുന്ന മരമാണ് ആദ്യം വെട്ടപ്പെടുക. അതുപോലെ നേരായ മനുഷ്യനെയാണ് ലോകം ആദ്യം കൊള്ളയടിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഭയമോ മടിയോ അമിത നിഷ്കളങ്കതയോ ഉണ്ടെങ്കിൽ ലോകം നിങ്ങളെ ചവച്ചരയ്ക്കും. പശ്ചാത്താപമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ബാക്കിയുണ്ടാവില്ല. അതുകൊണ്ട് ഓർക്കുക, ലോകം നിങ്ങളുടെ സത്യസന്ധതയല്ല കാണുന്നത്, നിങ്ങളുടെ പ്രതിച്ഛായയാണ് കാണുന്നത്. ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുകയോ അടിച്ചമർത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ നിങ്ങളൊരു കളിപ്പാട്ടമല്ല, തീയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നിങ്ങൾ എത്ര നല്ലവനാണെങ്കിലും തെറ്റായ ആളുകൾ മുന്നിൽ വരുമ്പോൾ നിങ്ങളെ ദുർബലനായി കാണാൻ അവർക്ക് ധൈര്യം വരാത്ത രീതിയിലുള്ള തന്റേടം നിങ്ങൾ കാണിക്കണം. അല്ലെങ്കിൽ സ്വന്തം ശക്തി കാണിക്കാത്തതിൽ ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. റൂൾ നമ്പർ 10: സ്വന്തം പരിധികൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കരുത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഒതുങ്ങിപ്പോകും. എന്നെക്കൊണ്ട് ഇത്രയേ കഴിയൂ എന്ന് നിങ്ങൾ മനസ്സിലുറപ്പിച്ചാൽ അതിനപ്പുറം ചെയ്യാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. ലോകത്ത് വലിയ പേരുകളായവരെല്ലാം സ്വന്തം പരിധികളെ തകർത്തവരാണ്. അവർ സ്വയം വെല്ലുവിളിച്ചു, തങ്ങളോട് തന്നെ പോരാടി, ഓരോ തവണയും അതിരുകൾ മാറ്റിവരച്ചു. കാരണം നിങ്ങൾ സ്വന്തം പരിധികൾക്ക് പുറത്തേക്ക് പോകുമ്പോഴാണ് വളർച്ച തുടങ്ങുന്നത്. അവിടെയാണ് യഥാർത്ഥ ശക്തി രൂപപ്പെടുന്നത്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നിങ്ങളെ ഏറ്റവും ശക്തനാക്കുന്നത്. അതിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം അതിനെ നേരിടുക. ഓർക്കുക, സ്വന്തം പരിധികൾ തകർക്കുക, അല്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു ചെറിയ പെട്ടിയിലാക്കി അടച്ചുവെക്കും. അവിടെ കിടന്ന് നിങ്ങൾ നശിക്കും.
റൂൾ നമ്പർ 11. സ്വന്തം കഥ നിങ്ങൾ തന്നെ എഴുതുക, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തിരക്കഥ തയ്യാറാക്കും. ഈ ലോകത്ത് ഒന്നുകിൽ നിങ്ങൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ കൊടുത്താൽ വിശ്വസിക്കൂ, നിങ്ങൾ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്ത വഴികളിലൂടെ അവർ നിങ്ങളെ വലിച്ചിഴക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് പേന ചലിപ്പിക്കാത്ത കാലത്തോളം നിങ്ങളുടെ കഥ നിങ്ങളുടേതല്ല. അതുകൊണ്ട് സ്വന്തം ജീവിതത്തെ ഗൗരവമായി കാണുക. എന്ത് ചെയ്യണമെന്ന് സ്വയം തീരുമാനിക്കുക. ആരാകണമെന്ന് സ്വയം തീരുമാനിക്കുക. അല്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ പദ്ധതിയുടെ വെറുമൊരു ഭാഗമായി മാറും. നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം എവിടെയോ നഷ്ടപ്പെടും. ലോകത്തിലെ എല്ലാ നേതാക്കന്മാരും സ്വന്തം കഥ സ്വയം എഴുതിയവരാണ്. ഇനി നിങ്ങളുടെ ഊഴമാണ്. റൂൾ നമ്പർ 12. ലക്ഷ്യമില്ലാത്തവരിൽ നിന്നും നാണമില്ലാത്തവരിൽ നിന്നും അകന്നു നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളും നശിക്കും. ലക്ഷ്യങ്ങളോ സ്വപ്നങ്ങളോ ഇല്ലാത്ത ആളുകളുടെ കൂടെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ സഹോദര, നിങ്ങൾ സ്വന്തം സ്വപ്നങ്ങളുടെ ശവക്കുഴി തോണ്ടുകയാണ്. കാരണം നിങ്ങളുടെ കൂടെ നടക്കുന്നവർ പോകുന്ന അതേ വഴിയിലേക്ക് ഈ ലോകം നിങ്ങളെയും തള്ളിവിടും. മടിയന്മാരും അശ്രദ്ധരും കാഴ്ചപ്പാടില്ലാത്തവരുമായ ആളുകളുടെ കൂടെ നിന്നാൽ വൈകാതെ നിങ്ങളുടെ അവസ്ഥയും അതുതന്നെയാകും. മനസ്സിലാക്കുക, നിങ്ങൾ സിംഹങ്ങളുടെ കൂട്ടത്തിൽ നിന്നാൽ വേട്ടയാടാൻ പഠിക്കും. എന്നാൽ കഴുതകളുടെ കൂടെ നിന്നാൽ ചവിട്ട് കിട്ടാൻ മാത്രമേ പഠിക്കൂ. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവരെ, സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി ഭ്രാന്തമായി പരിശ്രമിക്കുന്നവരെ കൂടെ കൂട്ടുക. നിങ്ങളുടെ കൂട്ടുകെട്ടാണ് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ചിന്തിച്ച് ശരിയായ ആളുകളുടെ കൂടെ നിൽക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ ലോകം നിങ്ങളെ നശിപ്പിക്കും. ഇനി അവസാനമായി, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നും നിങ്ങൾ എല്ലാ തീരുമാനങ്ങളും വെറും ഹൃദയം കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ ഈ ലോകം നിങ്ങളെ ഉപയോഗിച്ച് വലിച്ചെറിയും. നിങ്ങൾക്കത് മനസ്സിലാവുക പോലുമില്ല. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നത് ഏറ്റവും തെളിഞ്ഞ മനസ്സുള്ളവരാണ്. ആളുകൾ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വികാരങ്ങളുടെയും പേരിൽ നാടകം കളിക്കും. അവരുടെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ലാത്തതുപോലെ അവർ നിങ്ങളെ മറക്കും. ഓർക്കുക, ഈ ലോകം നടക്കുന്നത് വികാരങ്ങൾ കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത തവണ ആരെയെങ്കിലും വിശ്വസിക്കുമ്പോഴോ സഹായിക്കുമ്പോഴോ സ്വയം ഒരു ചോദ്യം ചോദിക്കുക: ഇയാൾ എന്റെ നന്മ മുതലെടുക്കുകയാണോ? വലിയൊരു ഹൃദയമുണ്ടാവുന്നത് നല്ലതാണ്, പക്ഷേ അതിലും വലിയൊരു ബുദ്ധി നിങ്ങൾക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആളുകൾ വീണ്ടും വീണ്ടും നിങ്ങളെ വിഡ്ഢിയാക്കും. ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസം നഷ്ടപ്പെടും. മനുഷ്യത്വം മനസ്സിൽ സൂക്ഷിക്കുക, പക്ഷെ ഓരോ തീരുമാനവും ചിന്തിച്ച് ബുദ്ധിപൂർവ്വം എടുക്കുക. അതാണ് യഥാർത്ഥ മിടുക്ക്. അപ്പോൾ പറയൂ, നിങ്ങളുടെ ചിന്താഗതിക്ക് മൂർച്ച കൂട്ടാനും ജീവിതം മറ്റൊരു തലത്തിൽ ജീവിക്കാനും നിങ്ങൾ തയ്യാറാണോ? ആണെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതുക: ഞാൻ ബുദ്ധിമാനാകാൻ തയ്യാറാണോ? ഈ 12 സുവർണ നിയമങ്ങൾ കേട്ടാൽ മാത്രം പോരാ, അവയെ നിങ്ങളുടെ ചിന്തയിലും ശീലങ്ങളിലും ജീവിതശൈലിയിലും പകർത്തുക. ഈ ലോകത്തൊരു പാപമായല്ല, മറിച്ച് ഒരു ബുദ്ധിരാക്ഷസനായി ജീവിക്കാൻ ശ്രമിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് തന്ത്രശാലിയാവുക എന്നത് ഒരു കഴിവ് മാത്രമല്ല, അതൊരവശ്യമായ ആയുധമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും ചിന്തിക്കാൻ അവസരം നൽകുകയോ ഒരു പുതിയ ദിശ നൽകുകയോ ചെയ്തുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇവിടെ ഓരോ വീഡിയോയും നിങ്ങളുടെ മനോഭാവത്തിന് മൂർച്ച കൂട്ടാനും ലക്ഷ്യബോധം ശക്തമാക്കാനും ചിന്തകളെ അടുത്ത തലത്തിലേക്ക് ഉയർത്താനുമുള്ളതാണ്. സ്വയം മെച്ചപ്പെടുത്താൻ പരിശ്രമിക്കുക. മറ്റൊരു മികച്ച ചിന്താഗതിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.